അടുത്ത ഞങ്ങൾ ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷനിട്ടാണ് ഒന്ന് പോകുന്നത്. റിസ്ക്കുള്ള ഏരിയയാണ്. എന്തായാലും ഞങ്ങൾ അതിനുള്ള ജീപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് പോകുന്നത്. അല്ലാതെ സാധാരണ കാറിലൊന്നും വരാൻ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ ഭ്രമരത്തിലോട്ട് നമുക്ക് പോകാം. അവിടെ എത്തുമ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനമരം എല്ലാവർക്കും ഭ്രമരത്തിലോട്ട് പോവുകയാണ്. ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹായ്. വണ്ടിയിൽ നല്ല ഷേക്കുണ്ട്. അപ്പോൾ നമുക്ക് മിൽക്ക് ഷേക്ക് ഒന്നും കുടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വണ്ടിയിൽ നല്ല ഷേക്കുണ്ട്. അതുകൊണ്ട് നമുക്കിന് മിൽക്ക് ഷേക്കോ മറ്റു കാര്യങ്ങളോ ഈ ഷേക്ക് തന്നെ ധാരാളം. നമ്മളെ മണിയാണ് നമ്മളെ കൊണ്ട് എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിക്കുന്നത്. മണി ഹായ്. അത് അവനറിയാം. കോൺഫിഡൻസ് അനുസരിച്ചിട്ട് തേങ്ങയൊക്കെ ഇത് വരും. ഇവിടെ തേങ്ങയില്ല. ഇവിടെ കൃഷി പിന്നല്ല. മണി നോക്കിപ്പോ. മണിയാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൊക്കേഷൻ. ബാക്കിലോട്ട് നോക്കി പോയി. ഭ്രമരം ലൊക്കേഷനാണ് അല്ലേ? ഇവിടെ മറ്റേ ഇതുണ്ടാക്കണം സ്ഥലം. ഭ്രമരം ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം ഗൈസ്. ഭ്രമരത്തിലെ നായകനാണ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്. ഷൂട്ടിംഗ് കഴിഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതിൽ അതാ കാണുന്നത് എൻട്രി ഏരിയ. ഈ കാണുന്നത് ഒരു ഹൗസ് ട്രീ, വേറൊരു ഹൗസ് ട്രീ കയറാം. എല്ലാവർക്കും കയറണം. ഇതാണ് ഹൗസ് ട്രീ ആണ്. ഇനി ഇവിടുന്ന് മുന്നിലോട്ട് കുറേ പോകുമ്പോൾ ഒരു 10 മിനിറ്റ് നടന്നാൽ നമുക്ക് വ്യൂ പോയിൻ്റ് ഉണ്ടാവും. വ്യൂ പോയിൻ്റ് പിന്നെ കാണണം. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ മൊത്തം കാണാം. കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഹലോ ഗൈസ് വരൂ. ടാറ്റ. ഹലോ ഗൈസ്. നല്ല ലൊക്കേഷനാണ്. മണ്ണിൽ നിർമ്മിച്ച വീടാണിത്. ഒരു റൂമാണ്. നല്ല സ്റ്റൈലാണ്. നല്ല രസമാണ്. ഇതിവിടുത്തെ ചായ തട്ടുകടയാണ്. ഒരു പുൽമേഞ്ഞിട്ടുള്ള ഇതാണ്. ഇത് കാണാനൊക്കെ നല്ല രസമാണ്. ഇവിടുത്തെ ഒരു പുലിയാണ്. അദ്ദേഹം നല്ല ഉറക്കത്തിലാണ്. ഇവിടുത്തെ ആളിൻ്റെ ആളാണ് ആള്. ഇതൊക്കെ എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് കയറാനൊക്കെ ഉണ്ടോ. ഹൗസ് ട്രീ നമ്മുടെ റെൻറ്റിനെടുത്തിട്ടുള്ള ജീപ്പാണെന്ന്. ഇവിടെ കുതിരയുണ്ട്. കുതിര കാഷ്ടമാണ് ഈ കാണുന്നത് ഗൈസ്. നമ്മുടെ കുതിര കാഷ്ടം കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ കാഷ്ടം കാണിക്കുന്നത്. നല്ല വിശ്വസുന്ദരമായ പ്രദേശവും നല്ല സൂപ്പർ ഏരിയയാണ്. ഇവിടെ എന്നാൽ തന്നെ സകല ഏരിയയും കാണാം. ഇവിടെ ഗ്രാമം, ഒരു ഗ്രാമമുണ്ട്.
ഗ്രാമം ഇതാ അങ്ങ് അകലെ ഒരു ഗ്രാമം കാണുന്നുണ്ട്. അങ്ങ് അകലെ ഒരു ഗ്രാമം, നല്ല രസമുള്ള ഒരു വ്യൂ ആണ്. ആ ഗ്രാമത്തിൽ താമസിക്കാനൊക്കെ അതേപോലത്തെ ഒരു ഗ്രാമത്തിലാണ് ഞങ്ങൾ റൂമെടുത്ത് താമസിക്കുന്നത്, ഒരു വീടെടുത്ത് താമസിക്കുന്നത്. അടുത്ത ഒരു വ്യൂ പോയിന്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കാണുന്നവർക്ക് കാണാം, ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരണമെങ്കിൽ വന്ന് കാണുന്നത് ഒരു സുഖകരമായ ഒരു സംഭവം തന്നെയാണ്. പിന്നെ കഴിയുന്നതും ഈ വീഡിയോസ് നിങ്ങൾ കാണാതിരിക്കുന്നതാണ് ഉത്തമം. കാരണം ഇതൊക്കെ ഈ റീൽസ് എല്ലാം കണ്ടുപോയാൽ നിങ്ങൾക്ക് മിക്കവാറും ഇവിടെ വരാതിരിക്കാൻ കഴിയില്ല. വന്ന് കാണണം എന്നുള്ള ഒരു ഇത് തന്നെ ആയിരിക്കും. ഇതിൽ നല്ല വെറും മൊബൈലിലെടുക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ വെറും മൊബൈലിലെടുക്കുന്ന വീഡിയോ ആണെങ്കിൽ തന്നെയും ഇത്രയും ഒരു സിസ്റ്റം കണ്ടല്ലോ. അപ്പോൾ നേരിട്ട് കണ്ടുള്ള ലൈവ് ഇതിലെന്തായാലും കിട്ടുന്നില്ല. നമ്മുടെ കൂടെ ഉള്ള ഒരു സുഹൃത്താണ് വരുന്നത്. അദ്ദേഹം ഇതിൻ്റെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തിരഞ്ഞെടുത്ത് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞങ്ങളെപ്പോലെ. ഇനിയിപ്പോൾ നമുക്ക് അല്പം കാട് പോലെ ഒരു കുറ്റിച്ചെടികൾ നിറഞ്ഞ ഒരു കാടുണ്ട്, അതിനകത്തോട്ടാണ് ഞങ്ങൾ വരുന്നത്. അതിനകത്തോട്ടൊന്ന് നടന്നു നോക്കാം. അതിനകത്തോട്ട് നടന്നു പോകുമ്പോൾ ഉള്ള കാഴ്ചകളുടെ കാണണമല്ലോ. ഭയങ്കരമായ ഒരു കുറ്റിക്കാട് തന്നെ. പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ധൈര്യമായിട്ട് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വരാൻ നമുക്ക് ഇത്തിരി ഭയം തോന്നുന്ന ഒരു സംഭവമാണ്. മഞ്ഞൾ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദൂരം കാടെല്ലാം വെട്ടിത്തെറിച്ചിട്ട് പച്ചമഞ്ഞൾ ഉണ്ടോ, പച്ചമഞ്ഞൾ കൃഷി ചെയ്തിട്ടുണ്ട്. ആ കാടിൽ നിന്നും നമ്മൾ പുറത്തോട്ടുള്ള ഒരു അല്പം ആ പാറയുടെ മുകളിലോട്ടുള്ളൊരു സ്ഥലത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ആൾക്കാരൊക്കെ തെങ്ങി നിറഞ്ഞ് വന്ന് കണ്ട് ആസ്വദിച്ചൊക്കെ പോവുകയാണ്. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ആളില്ലെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇവിടെ പുൽത്തൈലം കാച്ചുന്ന സ്ഥലമുണ്ട്. അത് നേരിട്ട് ലൈവ് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇനി അതിലോട്ട് അടുത്ത് മുന്നോട്ട് പോകുമ്പോൾ പുൽത്തൈലം ഉണ്ടാക്കുന്ന ഇവിടുത്തെ ഗ്രാമീണർ ഉണ്ടാക്കുന്നത് അത് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. നമ്മുടെ കൂടെ വന്ന 3 പേരെ കാണുന്നില്ല. അവർ മറ്റ് സൈറ്റിലോട്ടെന്തോ പോയി. ഒന്ന് എൻ്റെ മകളാണ്, ഒന്ന് എൻ്റെ ഭാര്യയാണ്, ഒന്ന് ഭാര്യ സഹോദരനാണ്. കൂടെയുള്ള സുഹൃത്ത് ഇതാ വരുന്നുണ്ട്. മായ പാറ നിരന്ന് കിടക്കുന്ന പാറയാണിത്. ഇങ്ങനെ താഴോട്ടുണ്ട്. താഴോട്ടൊക്കെ അപകടം നിറഞ്ഞ സൈറ്റാണ്. അതുകൊണ്ട് ആണ് താഴോട്ട് പോകാത്ത ചർക്കി വീഴുകയെല്ലാം ചെയ്താൽ. ആ വ്യൂ പോയിൻറ്റിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലൂടെ നിങ്ങൾക്ക് ഒന്ന് ഈ മൊബൈൽ കിട്ടുന്ന അത്രയും ക്ലാരിറ്റിയോടെ എടുത്ത് ഞാൻ റീൽസ് ഇടുന്നുണ്ട്. പിന്നെ ഈ ഒരു റീൽസ് കഴിഞ്ഞാൽ അടുത്ത സൈറ്റിൽ പോകുമ്പോൾ അടുത്ത റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്യും യൂട്യൂബിൽ. എൻ്റെ യൂട്യൂബിൻ്റെ പേര് മാവേലി ബിനു വില്ലേജ് ജേണി എന്നാണ്. മാവേലി ബിനു വില്ലേജ് ജേണി എന്ന് അടിച്ചാൽ കിട്ടും. ആ സൈറ്റ് ഇതാണ്ടോ, ആ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വ്യൂ പോയിൻറ്റിലോട്ടാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും ആ പാറയുടെ ലാസ്റ്റ് എൻഡിലോട്ട് ചെന്ന് നിന്നിട്ട് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം. അവിടെയുള്ള ആ വ്യൂവും ആ അന്തരീക്ഷവും ആ ഭംഗിയും എല്ലാം കാണുന്നവർക്ക് കാണാം. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് എനിക്കൊരു ലൈക്കും പിന്നെ ഒരു ഷെയറും, നിങ്ങളുടെ ഒരു ലൈക്കും ഷെയറും കമൻറ്റും കിട്ടാൽ വലിയ സന്തോഷമാകും. എൻ്റെ ഒരു ആഗ്രഹമാണ്. നിങ്ങളെന്നെ എൻ്റെ ഗെയ്സ് നിങ്ങളെല്ലാം അത് സാധിച്ചു തരുന്നതാണ്. അത് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ചെയ്യണമേ. ഇതാണ് ആ വ്യൂ പോയിൻ്റ് എന്നാണ്. ഇതാണ് അത്. നേരിട്ട് വന്ന് തന്നെ കണ്ടാലേ പറ്റുള്ളൂ. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കിടിലം തന്നെയാണ്. ഇതാണ്ടല്ലേ 4 ചുറ്റും മലകളാൽ നിറഞ്ഞ്
ഗ്രാമീണ ഗ്രാമങ്ങൾ കാണാൻ ഇതിൽ നല്ല ശരിക്കും. പിന്നെ കുറേ മഞ്ഞ് മൂടിയിട്ട് കിലോമീറ്ററോളം അപ്പുറമുള്ള വ്യൂസ് കാണാം. പിന്നെ ഞങ്ങൾ വന്ന സ്ഥലങ്ങളെല്ലാം കാണാമായിരിക്കും എന്നാണ് തോന്നുന്നത്. പിന്നെ ഒത്തിരി മഞ്ഞ് ഇപ്പോൾ മൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം അല്ലെങ്കിൽ മഞ്ഞില്ലായിരുന്നെങ്കിൽ കുറേ കൂടെ കിലോമീറ്ററുകൾ അപ്പുറം ചിലപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ തന്നെ ആയിരിക്കാം ഇതിൽ ചിലപ്പോൾ വരുന്നത്. അത് ഈ മഞ്ഞില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അതുവരെ കാണാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കിടിലം വരികയാണ്. പിന്നെ ഇവിടെ നിന്ന് താഴോട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉരുണ്ട് വീണാൽ പിന്നെ അങ്ങ് പോകും. അത് അകത്തോട്ട് അഗാധ കൃത്യമാണ്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചുതരാം. ഇതിനകത്ത് പിന്നെ ഇതിൽ വീഡിയോ പകർത്തില്ല. ഇതിന് താഴോട്ട് പോകാൻ വയ്യ, റിസ്ക്കാണ്. കാരണം ഇതാണ്ട പാറ ചരിഞ്ഞ് കിടക്കുന്നത് ഇതാ കാണിച്ചു തരാം. ചരിഞ്ഞ് കിടക്കുന്നത് റിസ്ക്കാണ്. എന്തായാലും ഞാൻ അടുത്ത ഒരു സൈഡിലോട്ട് ഒന്ന് പോയിക്കോട്ടെ. കൂടെയുള്ള സുഹൃത്ത് അവന് ഫോട്ടോ ഭ്രാന്താണ്. അതാണ്ട ഫോട്ടോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പറാണ്. ഓക്കെ, സൂപ്പറല്ലേ? സൂപ്പറല്ലേ? നിങ്ങളൊരു കമൻറ്റ് ഇട്ടതാ. നിങ്ങൾ കമൻറ്റ് ചെയ്യ്. കേട്ടോ, എത്ര മലകൾ കാണാമെന്ന് നോക്കൂ. എത്ര മലകൾ, എത്ര മലകൾ. ഈ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എത്ര മലകളാണ്. ഇതാ എത്ര മലകൾ, എത്ര മല ഇടുക്കുകൾ, മലനിരകൾ, എത്ര മലനിരകൾ. ഒരു വല്ലാത്തൊരു അന്തരീക്ഷം തന്നെ. അത് മറയൂരെന്ന് പറഞ്ഞാൽ അത് സംഭവമാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അടുത്ത ഭാഗങ്ങളിലോട്ട് പോകുമ്പോൾ അത് ഞാൻ യൂട്യൂബിൽ ഇടും. ഇനി അടുത്ത് പുൽത്തൈലമൊക്കെ നേരിട്ട് എടുക്കുന്ന പാറ്റുന്ന സ്ഥലം, പുൽത്തൈലം പാറ്റുന്ന, പുൽത്തൈലം മണമുണ്ടല്ലോ, അതിൻ്റെ ഒറിജിനൽ സാധനം കിട്ടുന്ന ഇടം ആണ് അടുത്ത് സന്ദർശിക്കാൻ പോണത്. ഇതിനിടയിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചയിലൂടെ ഇതിലേയും പകർത്തി ലോഡ് ചെയ്യാം. അവരാ ഭംഗി, ഈ മരത്തിൻ്റെ ഭംഗി അത് എന്തായാലും ആസ്വദിക്കേണ്ടത് തന്നെ. അത് നോക്കണം, ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. എന്തൊരു ഭംഗി നോക്കണം. ആ മരത്തിൻ്റെ ആ ഗ്രെയിൻസ്, എന്ത് മരമെന്ന് പോലും എനിക്കത് പിടികിട്ടുന്നില്ല. കണ്ടാലൊരു അൽക്കേഷ്യയുടെ ഒക്കെ അതല്ല, സംഭവം അതല്ല, വേറെന്തോ മരമാണ്. കുഞ്ഞു മരം, കുറ്റിച്ചെടിയാണ്. മരം എന്ന് പറയാനല്ലോ, കുറ്റിച്ചെടി. സൂപ്പറല്ലേ? സൂപ്പർ സൂപ്പർ. ஏற்கனவே எடுத்த போட்டாவே அதிகம்.